14 വർഷം ഉറങ്ങാതിരിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ഇന്ദ്രജിത്തിനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു വരം ഇന്ദ്രജിത്തിന് ലഭിച്ചിട്ടുണ്ട്. രാമലക്ഷ്മണന്മാർ, സീതാരാമ ലക്ഷ്മണന്മാർ വനവാസത്തിന് പോയി 14 വർഷം കഴിഞ്ഞ് തിരിച്ച് അയോധ്യയിലെത്തി രാമൻ്റെ പട്ടാഭിഷേകം വരെ ലക്ഷ്മണൻ ഉറങ്ങിയിട്ടില്ല. ശേഷൻ്റെ അവതാരവും ആണല്ലോ ലക്ഷ്മണൻ. സാധാരണ നാഗങ്ങൾ, സർപ്പങ്ങളൊന്നും അവർക്ക് കൺപോളകളില്ല, അവർ കണ്ണടയ്ക്കാറുമില്ല. അങ്ങനെ യുദ്ധം, രാവണ യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുന്നു. കുംഭകർണൻ വരെ മരിച്ചു. അതിനുശേഷം ഇന്ദ്രജിത്ത് വീണ്ടും യുദ്ധത്തിന് വരികയും അതിനൊന്നും പലതവണ വന്ന് ഇവരെയൊക്കെ തോൽപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ഇന്ദ്രജിത്ത് വാനര സൈന്യത്തിന് നേരെ യുദ്ധത്തിന് വരികയും മായാവിയായി അന്തരീക്ഷത്തിൽ നിന്ന് വീണ്ടും വീണ്ടും അവരെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിന് പരിഹാരമായി ലക്ഷ്മണൻ ശ്രീരാമപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഇന്ദ്രാസ്ത്രം ഇന്ദ്രജിത്തിൻ്റെ നേരെ പ്രയോഗിക്കുകയും ഇന്ദ്രജിത്തിൻ്റെ കണ്ഠം ഛേദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 3 ലോകങ്ങൾക്കും സമാധാനവും ആയി. ദേവന്മാർ ലക്ഷ്മണനെ പുകഴ്ത്തുകയും ചെയ്തു. അങ്ങനെ 14 വർഷം ഉറങ്ങാതിരുന്ന മനുഷ്യനായ ലക്ഷ്മണനാൽ ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഹരി ഓം.